എല്ലാവർക്കും നമസ്കാരം. ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ എക്സാമിന് വേണ്ടി ഫിസിക്സിന്റെ മൊഡ്യൂൾ 8 മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആൻഡ് ഓൾട്ടർനേറ്റിംഗ് കറണ്ടിന്റെ പാർട്ട് 2 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ട്രാൻസ്ഫോർമർ വരെയാണ് ഡിസ്കസ് ചെയ്തത്. അതിൻ്റെ അടുത്ത ടോപ്പിക്കായിട്ട് സിലബസിൽ കൊടുത്തിട്ടുള്ളത് സ്പീഡോമീറ്റർ ആണ്. ഓക്കെ, സിമ്പിളായിട്ട് ബേസിക് ഐഡിയാസ് ഒക്കെ ഒന്ന് നോക്കി വെച്ചാൽ മതി. എന്താണ് സ്പീഡോമീറ്റർ എന്ന് പറയുന്നത്? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിച്ചു വെക്കേണ്ട ഒരു പോയിന്റ്, സ്പീഡോമീറ്റർ ഈസ് ആൻ ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ടു മെഷർ ഇൻസ്റ്റന്റേനിയസ് സ്പീഡ്. ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് സ്പീഡോമീറ്റർ. ഓക്കെ, നമുക്കറിയാം വാഹനങ്ങളിലാണ് സ്പീഡോമീറ്റർ നമ്മൾ ഉപയോഗിക്കുക. സ്പീഡോമീറ്ററും ഉണ്ട്, ഓഡോമീറ്ററും ഉണ്ട്. രണ്ടും നമ്മൾ ഡിഫറൻസ് നന്നായിട്ട് അറിഞ്ഞിരിക്കണം. ഡിസ്റ്റൻസ് മെഷർ ചെയ്യാനായിട്ടാണ് നമ്മൾ ഓഡോമീറ്റർ ഉപയോഗിക്കുക. സ്പീഡ് മെഷർ ചെയ്യാനായിട്ടാണ് സ്പീഡോമീറ്റർ ഉപയോഗിക്കുക. ഓക്കെ, മെക്കാനിക്കൽ സ്പീഡോമീറ്റർ എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് മെഷർ ചെയ്യാനായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിനകത്ത് ഒരു പോയിന്റർ ഒക്കെ ഉണ്ടാവും, അല്ലെ? നമ്മൾ സാധാരണ വണ്ടികളിലൊക്കെ കാണുന്നതാണ്. നമുക്കറിയാം അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡ് ആണ്, പക്ഷെ കോമൺ യൂണിറ്റ് എന്ന് പറയുന്നത് കിലോമീറ്റർ പെർ അവർ ആണ്. ഓക്കെ, യെസ്. അപ്പൊ അതൊരു ചോദ്യമാണ്. വാട്ട് ഈസ് കോമൺ യൂണിറ്റ് ഓഫ് സ്പീഡ് മെഷേർഡ് ബൈ സ്പീഡോമീറ്റർ? ദാറ്റ് ഈസ് കിലോമീറ്റർ പെർ അവർ. എങ്ങനെയുള്ള സ്പീഡാണ് സ്പീഡോമീറ്റർ മെഷർ ചെയ്യുന്നത്? ദാറ്റ് ഈസ് ഇൻസ്റ്റന്റേനിയസ് സ്പീഡ്. ഓക്കെ, ഇനി എന്താണ് ഡെഫിനിഷൻ? എ സ്പീഡോമീറ്റർ മെഷേഴ്സ് സ്പീഡ് ഓഫ് എ വെഹിക്കിൾ അറ്റ് എ പർട്ടിക്കുലർ ഇൻസ്റ്റന്റ് ഓഫ് ടൈം. ഇനി അത് എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത് നമുക്ക് നോക്കാം. പ്രിൻസിപ്പിൾ ഓഫ് എ സ്പീഡോമീറ്റർ. ഒരു സ്പീഡോമീറ്ററിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എന്താണ്? മോസ്റ്റ് മെക്കാനിക്കൽ സ്പീഡോമീറ്റേഴ്സ് വർക്ക് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ യൂസിങ് എഡ്ഡി കറണ്ട് മെക്കാനിസം. സോ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അണ്ടർലൈൻ ചെയ്ത് പഠിക്കാം. അപ്പോൾ നമ്മുടെ എഡ്ഡി കറണ്ടിന്റെ ഒരു ആപ്ലിക്കേഷനിൽ തന്നെ നമുക്ക് ഇതിനെ വേണമെങ്കിൽ ഉൾപ്പെടുത്താം. കാരണം ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന മെക്കാനിസം എന്ന് പറയുന്നത് എന്താണ്? എഡ്ഡി കറണ്ട് മെക്കാനിസം ആണ്. എഡ്ഡി കറണ്ട് വളരെ വിശദമായിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. എഡ്ഡി കറണ്ട് മെക്കാനിസം. ഓക്കെ, ഇനി ഇതിന്റെ വർക്കിംഗ് എന്താണ് നോക്കാം. എ കേബിൾ ഈസ് കണക്റ്റഡ് ടു വെഹിക്കിൾസ് ട്രാൻസ്മിഷൻ റൊട്ടേറ്റ്സ് എ പെർമനന്റ് മാഗ്നറ്റ്. ഓക്കെ, ഈ വെഹിക്കിൾ ട്രാൻസ്മിഷനിലേക്ക് നമ്മൾ ഒരു കേബിൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അത് എന്ത് റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുന്നു? പെർമനന്റ് മാഗ്നറ്റ് റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുന്നു. ദ റൊട്ടേറ്റിംഗ് മാഗ്നറ്റ് പ്രൊഡ്യൂസസ് ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ്. ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ് എന്തുണ്ടാക്കുമെന്ന് പഠിച്ചതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ. എഡ്ഡി കറണ്ട് ഉണ്ടാക്കുമെന്ന് പഠിച്ചതാണ്. ദിസ് ഇൻഡ്യൂസസ് എഡ്ഡി കറണ്ട് ഇൻ ദ അലുമിനിയം കപ്പ്. അത് അലുമിനിയം കപ്പിലേക്ക് എഡ്ഡി കറണ്ട് ഇൻഡ്യൂസ് ചെയ്യുന്നു. ദ ഇന്ററാക്ഷൻ ബിറ്റ്വീൻ മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് എഡ്ഡി കറണ്ട് ക്രിയേറ്റ്സ് എ ടോർക്ക്. ഓക്കെ, ഈ മാഗ്നറ്റിക് ഫീൽഡും എഡ്ഡി കറണ്ടും തമ്മിലുള്ള ഇന്ററാക്ഷൻ ടോർക്ക് ഉണ്ടാക്കുന്നു. ടോ ഈക്വൽ ടു എം ബി സൈൻ തീറ്റ. എം ഈസ് ഈക്വൽ ടു ഐ എ. ടോ ഈസ് ഈക്വൽ ടു ഐ എ ബി സൈൻ തീറ്റ. നമ്മൾ പഠിച്ച ഇക്വേഷൻ ആണ്. ദിസ് ടോർക്ക് മൂവ്സ് ദ പോയിന്റർ എഗെയിൻസ്റ്റ് ദ സ്പ്രിംഗ്. ആ സ്പ്രിങ്ങിന് എഗെയിൻസ്റ്റ് എന്ത് ചെയ്യുന്നു? ഈ ടോർക്ക് ആ പോയിന്ററിനെ മൂവ് ചെയ്യിപ്പിക്കുന്നു. ആ പോയിന്റർ ആണ് വെഹിക്കിളിന്റെ സ്പീഡ് ഡയലിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ശരിയല്ലേ? ദിസ് പോയിന്റർ ഇൻഡിക്കേറ്റ്സ് വെഹിക്കിൾ സ്പീഡ് ഓൺ ദ ഡയൽ. ഓക്കെ, ഇപ്പൊ നമ്മൾ മോഡേൺ വെഹിക്കിൾസിലൊക്കെ ഉപയോഗിക്കുന്നത് ഇലക്ട്രോണിക് സ്പീഡോമീറ്റേഴ്സ് ആണ്. കുറച്ച് പഴയ വെഹിക്കിൾസിലാണ് നമ്മൾ മെക്കാനിക്കൽ സ്പീഡോമീറ്റർ ഉപയോഗിക്കുക. വേർ ദ സ്പീഡ് സെൻസേഴ്സ് ആൻഡ് സിഗ്നൽസ് ടു ദ ഇലക്ട്രോണിക് കൺട്രോൾ യൂണിറ്റ് ECU വിച്ച് കാൽക്കുലേറ്റ്സ് ആൻഡ് ഡിസ്പ്ലേസ് ദ സ്പീഡ് ഡിജിറ്റലി. അതായത് ഡിജിറ്റൽ ആയിട്ട് കാണിക്കും. ഇപ്പോഴത്തെ പുതിയ ബൈക്കുകളിലൊക്കെ ഡിജിറ്റൽ സ്പീഡോമീറ്റർ ആണ് കൂടുതലും കാണാൻ സാധിക്കും. ഓക്കെ, യെസ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ളത് മെക്കാനിക്കൽ സ്പീഡോമീറ്ററുമായിട്ട് ബന്ധപ്പെട്ടാണ്. എഡ്ഡി കറണ്ട് മെക്കാനിസം ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. എന്ത് സ്പീഡാണ് മെഷർ ചെയ്യുന്നത്? ഇൻസ്റ്റന്റേനിയസ് സ്പീഡാണ് മെഷർ ചെയ്യുന്നത്. എന്താണ് അതിന്റെ കോമൺ യൂണിറ്റ്? കോമൺ യൂണിറ്റ് കിലോമീറ്റർ പെർ അവർ ആണ്. അപ്പോൾ ഈ രീതിയിലൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. ഓക്കെ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു സ്പീഡ് മെഷർ ചെയ്യുന്നതാണ് സ്പീഡോമീറ്റർ. വെഹിക്കിളിൽ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നതാണ് എന്ത്? ഓഡോമീറ്റർ. ഓക്കെ, നോക്കിക്കുക, അതിൻ്റെ ഒരു മേജർ കമ്പാരിസൺ നമുക്ക് നോക്കാം. മെഷേഴ്സ് ഇൻസ്റ്റന്റേനിയസ് സ്പീഡ്. സ്പീഡോമീറ്റർ എന്ത് മെഷർ ചെയ്യുന്നു? ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് മെഷർ ചെയ്യുന്നു. ഓഡോമീറ്റർ എന്ത് മെഷർ ചെയ്യുന്നു? ഡിസ്റ്റൻസ് ട്രാവൽഡ്. എത്രമാത്രം ദൂരം സഞ്ചരിച്ചു, എത്രമാത്രം ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു എന്നതുള്ളത് മെഷർ ചെയ്യുന്നു. ഇതിന്റെ യൂണിറ്റ് കിലോമീറ്റർ പെർ അവർ അല്ലെങ്കിൽ മീറ്റർ പെർ സെക്കൻഡ്. സ്പീഡ് ആകുമ്പോഴത്തേക്കിനുമാണ് കിലോമീറ്റർ പെർ അവർ വരിക. ഡിസ്റ്റൻസ് വരുമ്പോൾ കിലോമീറ്റർ അല്ലെങ്കിൽ മൈൽസ്. ഓക്കെ, ഇനി സ്പീഡോമീറ്ററിനകത്ത് പോയിന്റർ ഡിസ്പ്ലേ ഉണ്ട് അല്ലെങ്കിൽ ഡിജിറ്റൽ ഡിസ്പ്ലേ ഉണ്ട്. ഓക്കെ, ലേറ്റസ്റ്റ് ആയിട്ടുള്ളതാണ് ഡിജിറ്റൽ ഡിസ്പ്ലേ.
മെക്കാനിക്കൽ ആണെങ്കിൽ അത് പോയിന്റർ ആയിരിക്കും കാണിക്കുന്നുണ്ടാവുക, മെക്കാനിക്കൽ സ്പീഡോമീറ്റർ ആണെങ്കിൽ. ഓക്കെ, ഓഡോമീറ്ററിനകത്ത് ന്യൂമറിക്കൽ ഡിസ്പ്ലേ ആയിരിക്കും ഉണ്ടാവുക. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. സ്പീഡോമീറ്റർ മെഷേഴ്സ് എന്ത് സ്പീഡാണ് മെഷർ ചെയ്യുന്നത്? ഓക്കെ, ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് അല്ലെ. സ്പീഡോമീറ്റർ മെഷർ ചെയ്യുന്നത് ഇൻസ്റ്റന്റേനിയസ് സ്പീഡ്. ഓപ്ഷൻ ബി ആണ് ആൻസർ വരിക. രണ്ടാമത്തെ ചോദ്യം, വിച്ച് ഫിനോമിന ഈസ് മെയിൻലി യൂസ്ഡ് ഇൻ മെക്കാനിക്കൽ സ്പീഡോമീറ്റർ? മെക്കാനിക്കൽ സ്പീഡോമീറ്ററിൽ എന്തിന്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ സ്പീഡ് മെഷർ ചെയ്യുന്നത്? എഡ്ഡി കറണ്ട്സ്. കണ്ടോ? അപ്പൊ എഡ്ഡി കറണ്ട് നമ്മുടെ സിലബസിൽ എടുത്തു പറയുന്ന ടോപ്പിക്കാണ്. അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വേണമെങ്കിൽ നമുക്കിത് ചോദിക്കാം. ക്ലിയർ ആണല്ലോ? മൂന്നാമത്തെ ചോദ്യം നോക്കിക്കോളൂ. വിച്ച് ഇൻസ്ട്രുമെന്റ് മെഷേഴ്സ് ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ എ വെഹിക്കിൾ? നോക്കിക്കേ, ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ എ വെഹിക്കിൾ. ഒരു വെഹിക്കിൾ ട്രാവൽ ചെയ്യുന്ന ടോട്ടൽ ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നത് ആരാണ്? അത് ഓഡോമീറ്റർ ആണ് അല്ലെ. ടോട്ടൽ ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നത് ഓഡോമീറ്റർ ആണ്. ഓക്കെ, വിച്ച് ഇൻസ്ട്രുമെന്റ് മെഷേഴ്സ് ദ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ എ വെഹിക്കിൾ? ഒരു വെഹിക്കിൾ ട്രാവൽ ചെയ്യുന്ന ടോട്ടൽ ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നത് ആരാണ്? ഓഡോമീറ്റർ ആണ്. ഓക്കെ, ഇനി നമുക്ക് എ സിയിലേക്ക് വരാം. എ സിക്ക് മുമ്പായിട്ട് നമുക്ക് എന്ത് നോക്കണം? ഡി സി എന്താണെന്ന് ഒന്ന് ജസ്റ്റ് നോക്കി വെക്കാം. ഡി സി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡയറക്റ്റ് കറണ്ട്. അതായത് സ്റ്റഡി സ്റ്റേറ്റ് കറണ്ട് വിച്ച് ഡസ് നോട്ട് വേരി വിത്ത് ടൈം. അതായത് ടൈമിനനുസരിച്ച് വേരി ചെയ്യാത്ത കറണ്ടാണ് ഡയറക്റ്റ് കറണ്ട് എന്ന് പറയുന്നത്, അഥവാ ഡി സി. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ്? ടൈമിനനുസരിച്ച് വേരി ചെയ്യുന്ന കറണ്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എ സി അഥവാ ഓൾട്ടർനേറ്റിംഗ് കറണ്ട്. അപ്പൊ എന്താണ് എ സി എന്ന് പറയുന്നത്? എ സി എന്ന് പറയുന്നത് ദ കറണ്ട് വിച്ച് ചേഞ്ചസ് ഇറ്റ്സ് ഡയറക്ഷൻ അറ്റ് റെഗുലർ ഇന്റർവെൽസ് ഈസ് കോൾഡ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട്. റെഗുലർ ആയിട്ട് അതിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്ന കറണ്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? എ സി അഥവാ ഓൾട്ടർനേറ്റിംഗ് കറണ്ട്. ഓക്കെ, ഇനി എന്താണ് ആർ എം എസ് വാല്യൂ എന്നുള്ളത് ക്ലിയർ ആയിട്ട് പഠിച്ചു വെക്കണം. റൂട്ട് മീൻസ് സ്ക്വയർ വാല്യൂ ഓഫ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ആൻഡ് ഇ എം എഫ്. ഐ ആർ എം എസ് ആൻഡ് ഇ ആർ എം എസ്. ഐ ആർ എം എസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി അത് മാക്സിമം വാല്യൂ ബൈ റൂട്ട് 2 എടുത്താൽ മതി. ഐ ആർ എം എസ് എന്ന് പറഞ്ഞാൽ ഐ എം ബൈ റൂട്ട് 2. ഐ എം എന്ന് പറഞ്ഞാൽ മാക്സിമം വാല്യൂ ആണ്. വി ആർ എം എസ് എന്ന് പറഞ്ഞാൽ വി എം ഡിവൈഡഡ് ബൈ റൂട്ട് 2. ഓക്കെ, ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ സ്ക്വയർ റൂട്ട് ഓഫ് മീൻ ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഇൻസ്റ്റന്റേനിയസ് വാല്യൂസ്. ഓക്കെ, അതായത് ആർ എം എസ് എന്ന് പറഞ്ഞാൽ റൂട്ട് മീൻ സ്ക്വയർ. റൂട്ട് എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ട് ഓഫ് മീൻ ഓഫ് സ്ക്വയേഴ്സ്, അതാണ് ആർ എം എസ്. വാല്യൂസ് എന്താണ്? ഓഫ് ദ ഇൻസ്റ്റന്റേനിയസ് വാല്യൂസ് ഓഫ് കറണ്ട് ഓർ ഇ എം എഫ് ടേക്കൺ ഓവർ എ കംപ്ലീറ്റ് സർക്യൂട്ട്. ഓക്കെ, ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കണേ. നെക്സ്റ്റ്, എന്താണ് ഫേസർ ഡയഗ്രാം എന്ന് പറയുന്നത്? അതായത് ഇൻ ഓർഡർ ടു ഷോ എ ഫേസ് റിലേഷൻഷിപ്പ്, അതായത് വോൾട്ടേജിനും കറണ്ടിനും ഇടയിലുള്ള ആംഗിൾ ആണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഫേസർ ഡയഗ്രത്തിൽ ഫൈ എന്ന് നമ്മളോട് ഡിനോട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഒമേഗ ടി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഡിനോട്ട് ചെയ്യണം. ഓക്കെ, അതൊരു വെക്റ്റർ റിലേഷൻഷിപ്പ് ആണ് ബിറ്റ്വീൻ വോൾട്ടേജ് ആൻഡ് കറണ്ട് ഇൻ ആൻ എ സി സർക്യൂട്ട്. ഒരു എ സി സർക്യൂട്ടിലെ വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള വെക്റ്റർ റിലേഷൻഷിപ്പിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫേസർ ഡയഗ്രാം. ഓക്കെ, ആ വെക്റ്റർ റിലേഷൻഷിപ്പ് എന്താണ് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ഫേസർ ഡയഗ്രാംസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആ ഒരു വെക്റ്റർ റിലേഷൻഷിപ്പ് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫേസർ ഡയഗ്രാംസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ നോക്കേണ്ടത് സർക്യൂട്ട് കണ്ടെയ്നിങ് റെസിസ്റ്റർ ഓൺലി നോക്കണം, സർക്യൂട്ട് കണ്ടെയ്നിങ് ഇൻഡക്ടർ ഓൺലി നോക്കണം, സർക്യൂട്ട് കണ്ടെയ്നിങ് കപ്പാസിറ്റർ ഓൺലി നോക്കണം. ഇനി ഇതൊരു 3 പേരും കൂടെ വരുന്ന ഒരു സർക്യൂട്ട് ഉണ്ട്, എൽ സി ആർ സർക്യൂട്ട്. ആ എൽ സി ആർ സർക്യൂട്ടിൽ അതിൻ്റെ ഇമ്പിഡൻസ് ട്രയാങ്കിൾ എന്താണ്, അതിൻ്റെ ഇമ്പിഡൻസ് എങ്ങനെ കണ്ടുപിടിക്കാം, പവർ ഫാക്ടർ എന്താണ്, പവർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്, അങ്ങനെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നോക്കണം. പിന്നെ അതിനകത്ത് റെസണൻസ് എന്താണ്, റെസണന്റ് കണ്ടീഷൻ എന്താണ്, റെസണന്റ് ഫ്രീക്വൻസി എന്താണ്, എന്തുകൊണ്ടാണ് ഇതിനെ നമ്മൾ സെലക്ടർ സർക്യൂട്ട് എന്ന് വിളിക്കുന്നത്, അങ്ങനെയുള്ള കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് സിലബസിൽ പരാമർശിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ഞാൻ എ സി സർക്യൂട്ട് കണ്ടെയ്നിങ് റെസിസ്റ്റർ ഓൺലി. നോക്കുക, ഈ ചിത്രത്തിൽ നമുക്കൊരു എ സി സർക്യൂട്ട് കാണാം. അതിനകത്ത് ഒരു ഇ എന്ന് പറയുന്ന ഇ എം എഫ് ഉണ്ട്. ദാറ്റ് ഈസ് ഇ എന്ന് പറയുന്നത് E0 സൈൻ ഒമേഗ ടി. എ സി ആയതുകൊണ്ട് നമ്മൾ ഒരു സൈനസോയിഡൽ കമ്പോണന്റ് എടുക്കും, E0 സൈൻ ഒമേഗ ടി. ഓക്കെ, ഫേസർ ഡയഗ്രത്തിനെ കുറിച്ച് നമുക്ക് പറയാം. ഇത് നമുക്ക് ഇക്വേഷൻ നമ്പർ 1.
ഓക്കെ, നമുക്കറിയാം ഐ എന്ന് പറയുന്നത് വി ബൈ ആർ ആണ്. ഇവിടെ വി എന്ന് പറയുന്നത് ഇ എം എഫ് എന്ന് പറയുന്നത് ഇ ആണ്, പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഇ ആണ്, ബൈ ആർ. ഇ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇ സീറോ സൈൻ ഒമേഗ ടി ആണ്, ഡിവൈഡഡ് ബൈ എന്ത് വരും? ആർ. പിന്നെ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? ഇ സീറോ ബൈ ആർ ഇൻറ്റു സൈൻ ഒമേഗ ടി എന്ന് എഴുതാം. ശരിയാണല്ലോ. ഈ ഇ സീറോ ബൈ ആറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഐ സീറോ, കറണ്ട്. സോ ഐ ഇസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് എഴുതാം? ഐ സീറോ സൈൻ ഒമേഗ ടി. ഇത് ഇക്വേഷൻ നമ്പർ 2. From equation number 1 and 2, if a circuit containing resistor only, if an AC circuit containing resistor only, from equation number 1 and 2, it is clear that എന്താണ്? EMF and current, voltage and current are in same phase. അല്ലെ? From 1 and 2 നമുക്ക് എന്ത് മനസ്സിലാവും? From 1 and 2, E and I are in same phase. രണ്ടും എന്താണ്? ഒരേ ഫേസിലാണ് എന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, അതാണ്. ഇനി ഫേസർ ഡയഗ്രം നോക്കുക. വോൾട്ടേജ് എക്സ് ആക്സിസിൽ, കറണ്ട് വൈ ആക്സിസിൽ. ആ വോൾട്ടേജും കറണ്ടും ഒരേ ഫേസിലല്ലേ? കാരണം ഒറ്റ ലൈൻ വരച്ചേക്കുന്നത് അതുകൊണ്ടാണ്. ഓക്കെ, അപ്പം കറണ്ട് ലാഗ്സ് ദ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരും. ഓക്കെ, ഇനി കറണ്ട് ലീഡ്സ് ദ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരും. കറണ്ട് ലീഡ്സ് ദ വോൾട്ടേജ്. ഒരേ ഫേസ് ആണെങ്കിൽ രണ്ടും എന്താണ്? ഒരേ ലൈൻ തന്നെയാണ് കാണിക്കുക. ഓക്കെ, ഇവിടെ എന്താണ്? രണ്ടും ഒരേ ഫേസ് ആണ്. അതായത് ഒരു എ സി സർക്യൂട്ടിനകത്ത് റെസിസ്റ്റർ മാത്രമാണ് കണക്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ വോൾട്ടേജും കറണ്ടും ഒരേ ഫേസിലായിരിക്കും എന്നുള്ളത് ഓർത്ത് വയ്ക്കാം. വോൾട്ടേജും കറണ്ടും എങ്ങനെയായിരിക്കും? ഒരേ ഫേസിലായിരിക്കും. ഓക്കെ, ഇനി ഒരു എ സി സർക്യൂട്ടിനകത്ത് ഇൻഡക്ടർ കണക്ട് ചെയ്താലോ? an AC circuit containing inductor only. an AC circuit containing inductor only. നോക്കിക്കേ, ഇവിടെ നമുക്കൊരു എ സി സർക്യൂട്ട് കാണാം. അതിനകത്ത് ഒരു ഇൻഡക്ടർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവിടുത്തെ ഇ എം എഫ് ഇ എന്ന് പറയുന്നത് ഇ സീറോ സൈൻ ഒമേഗ ടി. ഓക്കെ, നോക്കണേ, ഇ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇ സീറോ സൈൻ ഒമേഗ ടി ആണ്. ഇനി നമുക്ക് കറണ്ട് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. ഓക്കെ, എങ്ങനെ നമുക്ക് കറണ്ട് കണ്ടുപിടിക്കാം? ആദ്യമേ നമുക്കറിയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. സെൽഫ് ഇൻഡക്റ്റൻസിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? L is equal to N into 5/I. ഈ ഒരു ഇക്വേഷൻ പഠിച്ച ഓർമ്മയുണ്ടോ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സെൽഫ് ഇൻഡക്റ്റൻസിന്റെ ഇക്വേഷൻ ഇങ്ങനെ പഠിച്ചത്. ഇവിടെ നമുക്ക് നമ്പർ ഓഫ് ടേൺസ് നോക്കണ്ട. L is equal to 5/I. കാരണം നമ്മളൊരു ഇൻഡക്റ്റീവ് സർക്യൂട്ട് അല്ലേ കൺസിഡർ ചെയ്യുന്നത്. അവിടെ നിന്ന് 5 is equal to Li. ലെൻസസ് ലോ അനുസരിച്ച് അല്ലെങ്കിൽ ഫാരഡേസ് ലോ അനുസരിച്ച് E is equal to minus d∅/dt ആണല്ലോ, അല്ലെ? അതായത് മൈനസ് d/dt ഓഫ് 5ക്ക് പകരം നമുക്ക് Li കൊടുക്കാം. ഓക്കെ, ഇൻഡക്റ്റൻസ് കോഎഫിഷ്യന്റ് ഓഫ് സെൽഫ് ഇൻഡക്റ്റൻസ് കോൺസ്റ്റന്റ് ആണ്. സോ മൈനസ് L ഇൻറ്റു di/dt എന്ന് വരും. E is equal to എന്താണ്? മൈനസ് L ഇൻറ്റു di/dt. ഓക്കെ, പക്ഷെ ഇവിടെ നോക്കുക, ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഈ സർക്യൂട്ടിൽ വരിക. അതുകൊണ്ട് നമുക്ക് നെഗറ്റീവ് നെഗ്ലക്ട് ചെയ്യാം. നമുക്ക് ഇ എം എഫ് ക്യാപിറ്റൽ ഇ ആയിട്ട് എടുക്കാം. ഇ ഈസ് ഈക്വൽ ടു എൽ ഇൻറ്റു di/dt. ഓക്കെ, സോ അപ്പോൾ നമുക്ക് എന്താ എഴുതാം? നമ്മുടെ കയ്യിൽ ഓൾറെഡി ഒരു ഇക്വേഷൻ ഉണ്ട്. ഇ ഈസ് ഈക്വൽ ടു ഇ സീറോ സൈൻ ഒമേഗ ടി. ഓക്കെ, ഇക്ക് പകരം ഞാൻ എന്ത് കൊടുക്കുന്നു? എൽ ഇൻറ്റു di/dt ഈസ് ഈക്വൽ ടു ഇ സീറോ സൈൻ ഒമേഗ ടി. ഡി ടി ഇങ്ങോട്ട് ക്രോസ് ചെയ്താൽ എൽ ഇൻറ്റു ഡി ഐ ഇസ് ഈക്വൽ ടു ഇ സീറോ സൈൻ ഒമേഗ ടി ഇൻറ്റു ഡി ടി. ഓക്കെ, രണ്ട് സൈഡിലും എന്ത് ചെയ്യുന്നു? ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ഇൻ്റഗ്രേറ്റിംഗ് ബോത്ത് സൈഡ്സ് എന്താണ് കിട്ടുക? ഇൻ്റഗ്രൽ ഡി ഐ എന്ന് പറഞ്ഞാൽ ഐ ആണ്. ഇ സീറോ ഇൻറ്റു സൈൻ ഒമേഗ ടിയുടെ ഇൻ്റഗ്രൽ മൈനസ് കോസ് ഒമേഗ ടി ഡിവൈഡഡ് ബൈ ഒമേഗ. ശരിയല്ലേ? സൈൻ ഒമേഗ ടിയുടെ ഇൻ്റഗ്രൽ എന്താണ്? മൈനസ് കോസ് ഒമേഗ ടി ബൈ ഒമേഗ. ഓക്കെ, നമുക്കറിയാം കോസ് ഒമേഗ ടി എന്ന് പറഞ്ഞാൽ സൈൻ ഓഫ് 90 മൈനസ് ഒമേഗ ടി ആണ്. ശരിയല്ലേ? സൈൻ ഓഫ് ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, മൈനസ് ഓഫ്
ഒമേഗ ടി മൈനസ് 90 എന്ന് എഴുതാലോ. ശരിയല്ലേ? മൈനസ് ഓഫ് ഒമേഗ ടി മൈനസ് 90 എന്ന് എഴുതാം. അവിടെ എഴുതി കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ല, കുറച്ചും ഇങ്ങോട്ട് മാറ്റി എഴുതാം. നോക്കണേ, നമുക്കറിയാം കോസ് ഒമേഗ ടി എന്ന് പറഞ്ഞാൽ സൈൻ ഓഫ് ഒമേഗ ടി മൈനസ് 90 ആണ്. ശരിയല്ലേ? ഇതിനെ നമുക്ക് വേണമെങ്കിൽ എങ്ങനെ എഴുതാം? സൈൻ ഓഫ് മൈനസ് ഓഫ് 90 മൈനസ് ഒമേഗ ടി എന്ന് എഴുതാം. ശരിയാണല്ലോ? ഈ മൈനസ് സൈനകത്ത് മൈനസ് വന്നാൽ അത് പുറത്ത് വരും. മൈനസ് സൈൻ π/2 മൈനസ് ഒമേഗ ടി എന്ന് വരും. ഓക്കെ, ഇപ്പുറത്ത് എന്തുണ്ട്? കോസ് ഒമേഗ ടി ഉണ്ട്. ഈ മൈനസ് ഇപ്പുറം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ സൈൻ ഓഫ് π/2 മൈനസ് ഒമേഗ ടി ആണ് എന്തെന്ന് പറയുന്നത്? മൈനസ് കോസ് ഒമേഗ ടി എന്ന് പറയും. ശരിയല്ലേ? സോ സൈൻ ഓഫ് π/2 മൈനസ് ഒമേഗ ടി ആണ് മൈനസ് കോസ് ഒമേഗ ടി. ശരിയാണല്ലോ? ശരിയല്ലേ? സൈൻ ഓഫ് π/2 മൈനസ് ഒമേഗ ടി ആണ് മൈനസ് കോസ് ഒമേഗ ടി. സോറി, കോസ് ഒമേഗ ടി നേരെ തിരിഞ്ഞാണ് വരിക കേട്ടോ. കോസ് ഒമേഗ ടി എന്ന് പറയുന്നത് സൈൻ ഓഫ് 90 മൈനസ് ഒമേഗ ടി ആണ്. എഴുതിയപ്പോൾ തിരിഞ്ഞു പോയിട്ടുണ്ട്. കോസ് ഒമേഗ ടി എന്ന് പറയുന്നത് എന്താണ്? സൈൻ ഓഫ് 90 മൈനസ്, നമുക്കറിയാം സൈൻ ഓഫ് 90 മൈനസ് തീറ്റ എന്ന് പറയുന്ന കോസ് തീറ്റ ആണ്. കോസ് ഓഫ് 90 മൈനസ് തീറ്റ സൈൻ തീറ്റ ആണ്. ഇവിടുന്ന് ഒരു മൈനസ് നമ്മൾ പുറത്തെടുത്താൽ സൈൻ ഓഫ് മൈനസ് പുറത്തെടുത്താൽ ഒമേഗ ടി മൈനസ് π/2 എന്ന് വരും. ശരിയല്ലേ? സൈനകത്ത് മൈനസ് ഉണ്ടെങ്കിൽ അത് പുറത്തെടുക്കാം. അത് മൈനസ് സൈൻ ഓഫ് ഒമേഗ ടി മൈനസ് π/2. ശരിയാണല്ലോ? ഇതാണ് എന്തെന്ന് പറയുന്നത്? കോസ് ഒമേഗ ടി. ഈ മൈനസ് ഇപ്പുറം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ സൈൻ ഓഫ് ഒമേഗ ടി മൈനസ് π/2 ആണ് എന്ത്? മൈനസ് കോസ് ഒമേഗ ടി. ശരിയല്ലേ? ഇനി നിങ്ങൾ നോക്കിക്കേ, ഈ മൈനസ് കോസ് ഒമേഗ ടിക്ക് പകരം നമുക്ക് എന്തുകൊണ്ട് റീപ്ലേസ് ചെയ്യാം? മൈനസ് കോസ് ഒമേഗ ടിക്ക് പകരം സൈൻ ഓഫ് ഒമേഗ ടി മൈനസ് π/2 കൊണ്ട് റീപ്ലേസ് ചെയ്യാം. അപ്പം Li ഈസ് ഈക്വൽ ടു E0 ഒമേഗ ഇങ്ങോട്ട് മാറ്റി നിർത്താം. മൈനസ് കോസ് ഒമേഗ ടിക്ക് പകരം സൈൻ ഓഫ് എന്താണ്? സൈൻ ഓഫ് ഒമേഗ ടി മൈനസ് π/2. ഒമേഗ ടി മൈനസ് π/2. ശരിയല്ലേ? സൈൻ ഓഫ് ഒമേഗ ടി മൈനസ് π/2. അവിടുന്ന് I ഈസ് ഈക്വൽ ടു ഈ എല്ലും കൂടെ ഇപ്പുറം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ E0 ഒമേഗ അല്ലെ, E0 ഒമേഗ ഇൻറ്റു സൈൻ ഓഫ് ഒമേഗ ടി മൈനസ് π/2. ഈ E0 ഒമേഗനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? I0 അല്ലെ. E0 ഒമേഗ ഇസ് ഈക്വൽ ടു I0. therefore നമുക്ക് എന്ത് എഴുതാം? I is equal to E0 ഒമേഗ എന്ന് പറയുന്നത് എന്താവും? I0 ആവും. സൈൻ ഒമേഗ ടി മൈനസ് π/2. സൈൻ ഒമേഗ ടി മൈനസ് എന്താണ്? π/2. ഓക്കെ, I is equal to I0 സൈൻ ഒമേഗ ടി മൈനസ് π/2. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 2. അപ്പോൾ ഇക്വേഷൻ നമ്പർ 1ഉം ഇക്വേഷൻ നമ്പർ 2ഉം കൂടെ നോക്കുക. ഇക്വേഷൻ നമ്പർ 1ൽ ഇതാണ് നമ്മുടെ ഇക്വേഷൻ നമ്പർ 1. E is equal to E0 സൈൻ ഒമേഗ ടി. ഇക്വേഷൻ നമ്പർ 2 നോക്കുക. I is equal to I0 ഇൻറ്റു സൈൻ ഒമേഗ ടി മൈനസ് π/2. അപ്പോൾ സ്വയമായിട്ടും കറണ്ട് π/2 ലാഗ് ചെയ്യുകയാണല്ലോ അല്ലെ, മൈനസ് π/2 അല്ലേ. അപ്പോൾ കറണ്ട് ലാഗ്സ് ദ വോൾട്ടേജ് ബൈ എ ഫേസ് എന്താണ്? π/2. current lags the voltage by a phase π/2. So in the case of a purely inductive circuit, നമുക്ക് എന്ത് പറയാം? current lags the voltage by a phase π/2. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ പ്യുവർലി ഇൻഡക്റ്റീവ് സർക്യൂട്ട് ആണെങ്കിൽ കറണ്ട് ലാഗ്സ് ദ വോൾട്ടേജ് ബൈ എ ഫേസ് π/2 ഓർ വോൾട്ടേജ് ലീഡ്സ് കറണ്ട് ബൈ എ ഫേസ് π/2 എന്ന് വേണമെങ്കിൽ എഴുതാം. ഓർ നമുക്ക് എങ്ങനെ എഴുതാം? വോൾട്ടേജ് ലീഡ്സ് കറണ്ട് ബൈ എ ഫേസ്
പൈ ബൈ ടു. ഓക്കെ, അപ്പൊ നമുക്കിനി അതിന്റെ ഫേസർ ഡയഗ്രം നോക്കിയാലോ. ഫേസർ ഡയഗ്രം നോക്കിക്കേ കറണ്ട് ലാഗ്സ് ദ വോൾട്ടേജ് ബൈ എ ഫേസ് പൈ ബൈ ടു. കറണ്ട് ലാഗ്സ് ദ വോൾട്ടേജ് ബൈ എ ഫേസ് എന്താണ് പൈ ബൈ ടു. ക്ലിയർ ആണല്ലോ. ഇനി നിങ്ങൾ നോക്കിക്കേ, E0 ബൈ എൽ ഒമേഗ എന്ന് പറയുന്നത് എന്താണ്? I0 ആണ്, ശരിയല്ലേ? E0 ഡിവൈഡഡ് ബൈ എൽ ഒമേഗ ഇസ് ഈക്വൽ ടു, നോട്ടായിട്ട് എഴുതി വെക്കണേ, E0 ബൈ എൽ ഒമേഗ ഇസ് ഈക്വൽ ടു I0. അവിടുന്ന് E0 ബൈ I0 നമുക്ക് എന്താണ് കിട്ടുക? E0 ബൈ I0 ഇസ് ഈക്വൽ ടു എൽ ഒമേഗ. E ബൈ I എന്ന് പറഞ്ഞാൽ എന്താണ്? R ഇസ് ഈക്വൽ ടു V ബൈ I അല്ലെങ്കിൽ E ബൈ I അല്ലേ? ഒരു റെസിസ്റ്റൻസ് ആണെന്ന് മനസ്സിലായി. ഇത് പ്യുവർലി ഇൻഡക്റ്റീവ് ആയിട്ടുള്ള സർക്യൂട്ടാണ്. അപ്പൊ ഈ പ്യുവർലി ഇൻഡക്റ്റീവ് ആയിട്ടുള്ള സർക്യൂട്ട് ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസ്, ദാറ്റ് ഈസ് റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ ദ ഇൻഡക്ടർ, ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ഇൻഡക്റ്റീവ് റിയാക്ടൻസ്. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ XL. XL is equal to L omega, where XL is called, XL is the resistance. E by I ആകുമ്പോൾ obviously resistance ആണ്. Resistance offered by the inductor. Resistance offered by the inductor called എന്താണ്? Inductive reactance. Called inductive reactance. Inductive reactance. The resistance offered by the inductor called inductive reactance, denoted by XL. ഓക്കെ, നമുക്കറിയാം ആംഗുലാർ ഫ്രീക്വൻസി ഒമേഗ എന്ന് പറയുന്നത് 2π ഇൻറ്റു എഫ് ആണ്. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? XL ഇസ് ഈക്വൽ ടു ഒമേഗയ്ക്ക് പകരം 2πf കൊടുത്താൽ 2πfl എന്നുള്ളൊരു ഇക്വേഷൻ വരും. സോ XL ഇസ് ഈക്വൽ ടു 2πfl. ഇതിപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷനാണ്. ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു നോക്കിയാൽ XL ഇസ് ഈക്വൽ ടു എൽ ഒമേഗ. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത എന്താണ്? കപ്പാസിറ്റർ മാത്രം കണക്ട് ചെയ്തിട്ടുള്ള സർക്യൂട്ട് നോക്കാം. AC സർക്യൂട്ട് കണ്ടെയ്നിങ് കപ്പാസിറ്റർ ഓൺലി. AC സർക്യൂട്ട് കണ്ടെയ്നിങ് കപ്പാസിറ്റർ ഓൺലി. നോക്കിക്കേ, കപ്പാസിറ്റർ മാത്രമാണ് നമ്മളിവിടെ കണക്ട് ചെയ്തിട്ടുള്ളത്. നമ്മുടെ E എന്ന് പറയുന്നത് എന്താണ്? E is equal to E0 sin omega t. നമുക്ക് കറണ്ട് ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയുന്ന ഇക്വേഷനിലേക്ക് കൊണ്ടുവരാം. കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? നമുക്കറിയുന്ന ഇക്വേഷൻ എന്താണ്? Q is equal to CV. അവിടുന്ന് Q is equal to CV ആണ് നമുക്കറിയാം. കറണ്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? ഇവിടെ V എന്ന് പറയുന്നത് E ആണ്. C ഇൻറ്റു E എന്ന് എഴുതാം. ഓക്കെ, സോ C ഇൻറ്റു E0 സൈൻ ഒമേഗ ടി. സോ ഇതാണ് എന്തെന്ന് പറയുന്നത്? Q. കറണ്ട് എന്ന് പറയുന്ന റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ് ആണല്ലോ. I ഈക്വൽ ടു dQ ബൈ dt. അതായത് d ബൈ dt ഓഫ് C ഇൻറ്റു E0 സൈൻ ഒമേഗ ടി. ശരിയല്ലേ? സോ ദിസ് ഈസ് ഈക്വൽ ടു C ഇൻറ്റു E0 മാറ്റി നിർത്തിയാൽ സൈൻ ഒമേഗ ടിയുടെ ഡെറിവേറ്റീവ് കോസ് ഒമേഗ ടി ഇൻറ്റു ആരും കൂടെ വരും, ഒരു ഒമേഗയും കൂടെ വരും. ഓക്കെ, സോ എന്താണ് വരിക? C ഒമേഗ ഇൻറ്റു E0 കോസ് ഒമേഗ ടി. ഓക്കെ, അതിനെ നമുക്ക് E0 ബൈ 1 ബൈ C ഒമേഗ എന്നെടുക്കാം ഇൻറ്റു കോസ് ഒമേഗ ടി. ഈ 1 ബൈ C ഒമേഗ മുകളിൽ പോയാൽ C ഒമേഗ E0 തന്നെ വരും. ഓക്കെ, ദിസ് E0 ഡിവൈഡഡ് ബൈ 1 ബൈ C ഒമേഗ. E0 divided by 1 by C omega is called I0. Therefore, I is equal to I0 into cos omega t. നമുക്ക് സൈനിലേക്ക് കൊണ്ടുവരണം, എങ്കിലേ കമ്പാരിസൺ നടക്കുള്ളൂ. I is equal to I0 into cos omega t നെ നമുക്ക് എങ്ങനെ എഴുതാം? cos omega t നെ നമുക്ക് sin of omega t plus pi by 2 എന്ന് എഴുതാം അല്ലേ? sin of omega t plus pi by 2. I is equal to I0 into sin of omega t plus pi by 2. Sin of omega t plus pi by 2. Sin of 90 plus എന്ന് പറഞ്ഞാൽ അത് cos ആവും.
90+ എന്ന് പറഞ്ഞാൽ ഏതാ ക്വാഡ്രന്റ്? 90+ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ക്വാഡ്രന്റ് അല്ലേ? ക്വാഡ്രന്റ് അനാലിസിസിന്റെ കോഡ് അറിയാലോ, ASTC, ഓൾ സിൽവർ ടീ കപ്പ്. സെക്കൻഡ് ക്വാഡ്രന്റിൽ സൈൻ ആണ് പോസിറ്റീവ്. സോ ഒബ്വിയസ്ലി സൈൻ നമുക്ക് പോസിറ്റീവ് ആയിട്ടാണ് കിട്ടുക. ശരിയല്ലേ? നമുക്ക് cos omega t യുടെ ആൻസർ പോസിറ്റീവിൽ കിട്ടും. അപ്പോൾ I is equal to I0 sin omega t plus pi/2 എന്ന് എഴുതാം. ഇതാണ് എന്തിന്റെ ഇക്വേഷൻ? കറണ്ടിന്റെ ഇക്വേഷൻ. ഇക്വേഷൻ നമ്പർ 2. ശരിയല്ലേ? ഇതാണ് നമ്മുടെ ഇക്വേഷൻ നമ്പർ 2. I is equal to I0 sin omega t plus pi/2. ഇപ്പുറത്തുള്ള ഇക്വേഷൻ എന്തായിരുന്നു? ഈയുടെ ഇക്വേഷൻ E0 sin omega t, that is ഇക്വേഷൻ നമ്പർ 1. ഇപ്പുറത്ത് മുകളിലേക്ക് ഒന്ന് എഴുതാം. E is equal to E0 sin omega t, equation number 1. I is equal to I0 into sin omega t plus pi/2, equation number 2. From equation number 1 and 2, clearly എന്ത് പറയാം? Current plus pi/2 അല്ലേ? Current leads the voltage by a phase pi/2. So what is the conclusion? From 1 and 2, from equation number 1 and 2, current leads the voltage by a phase pi/2. അപ്പോൾ സ്വയമായിട്ടും ഇതിന്റെ ഫേസർ ഡയഗ്രാം കറണ്ട് വോൾട്ടേജിനെ ലീഡ് ചെയ്യുന്ന രീതിയിലായിരിക്കും. നമുക്ക് കറണ്ട് ലീഡ്സ് ദ വോൾട്ടേജ് ബൈ എ ഫേസ് pi/2 അല്ലെ? കറണ്ട് വോൾട്ടേജിനെ ലീഡ് ചെയ്യുന്നു ബൈ എ ഫേസ് എന്നാണ് pi/2. ക്ലിയർ ആണല്ലോ? യെസ്. ഇനി നോക്കുക, നമ്മുടെ I0 എന്തായിരുന്നു? E0 by 1/c omega ആയിരുന്നു I0. അത് നമുക്ക് നോട്ടായിട്ട് എഴുതി വയ്ക്കാം. E0 divided by 1/c omega is equal to I0. ഇവിടെ നമുക്ക് എന്താ എഴുതാം? E0 by I0 ആണ് എന്ത്? 1/c omega. E/I എന്ന് പറഞ്ഞ റെസിസ്റ്റൻസ് ആണല്ലോ. ഇതൊരു പ്യൂർലി കപ്പാസിറ്റീവ് സർക്യൂട്ട് അല്ലേ? അപ്പൊ ഇത് കപ്പാസിറ്റർ ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസ് ആണല്ലോ. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് കപ്പാസിറ്റീവ് റിയാക്ടൻസ് XC. ദാറ്റ്സ് ഈക്വൽ ടു 1/c omega, where XC is the resistance. XC is the resistance offered by the capacitor called capacitive reactance. Called എന്താണ്? Capacitive reactance. Called capacitive reactance. ഓക്കെ. ഇനി ഒമേഗ എന്ന് പറയുന്നത് 2πf ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇക്വേഷൻ എങ്ങനെ മോഡിഫൈ ചെയ്ത് എഴുതാം? XC is equal to 1/2πfc. ഓക്കെ. സോ ഇതാണ് എന്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ? കപ്പാസിറ്റീവ് റിയാക്ടൻസ് കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ. ഓക്കെ. XC is equal to 1/c omega. XC is equal to എന്താണ്? 1/c omega. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഒരു ഇൻഡക്ടർ മാത്രം കണക്ട് ചെയ്തിട്ടുള്ള സർക്യൂട്ട് നമ്മൾ പറഞ്ഞു, കപ്പാസിറ്റർ മാത്രം കണക്ട് ചെയ്തിട്ടുള്ളത് പറഞ്ഞു, റെസിസ്റ്റർ മാത്രം കണക്ട് ചെയ്തിട്ടുള്ളത്. റെസിസ്റ്റർ മാത്രം കണക്ട് ചെയ്തിരിക്കുകയാണെങ്കിൽ വോൾട്ടേജും കറണ്ടും ഒരേ ഫേസിലായിരിക്കും. ഇൻഡക്ടർ മാത്രം കണക്ട് ചെയ്തിട്ടുള്ള സർക്യൂട്ട് ആണെങ്കിൽ എന്താണ്? വോൾട്ടേജ് ലീഡ്സ് ദ കറണ്ട് ബൈ എ ഫേസ് pi/2 അല്ലെങ്കിൽ കറണ്ട് ലാഗ്സ് ദ വോൾട്ടേജ് ബൈ എ ഫേസ് pi/2 എന്ന് പറയാം. ഇൻഡക്റ്റീവ് റിയാക്ടൻസ് എന്ന് പറയുന്നത് L omega അഥവാ 2πfl ആണ്. കപ്പാസിറ്റർ മാത്രം കണക്ട് ചെയ്തിട്ടുള്ള സർക്യൂട്ട് ആണെങ്കിൽ എന്താണ്? കറണ്ട് ലീഡ്സ് ദ വോൾട്ടേജ് ബൈ എ ഫേസ് pi/2 അല്ലെങ്കിൽ വോൾട്ടേജ് ലാഗ്സ് കറണ്ട് ബൈ എ ഫേസ് pi/2 എന്ന് വേണമെങ്കിലും പറയാം. ഓക്കെ. അവിടെ നമ്മുടെ കപ്പാസിറ്റീവ് റിയാക്ടൻസ് XC എന്ന് പറയുന്നത് എന്താണ്? 1/2πfc ആണ്. ഇത്രയും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് എന്താണ് LCR സീരീസ് സർക്യൂട്ട്? നോക്കിക്കേ, ഒരു ഇൻഡക്ടറും കപ്പാസിറ്ററും റെസിസ്റ്ററും നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ ആ സർക്യൂട്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് LCR സീരീസ് സർക്യൂട്ട്. ഈ സർക്യൂട്ടിൽ നമ്മൾ KVL അപ്ലൈ ചെയ്യുകയാണെങ്കിൽ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? വോൾട്ടേജ് അക്രോസ് ദ റെസിസ്റ്റർ IR ആണ്. വോൾട്ടേജ് അക്രോസ് ദ ഇൻഡക്ടർ L into di/dt ആണ്. വോൾട്ടേജ് അക്രോസ് ദ കപ്പാസിറ്റർ എന്താണ്? CV എന്ന് പറയുന്നതാണ് Q. അവിടുന്ന് V equal to Q/C. വോൾട്ടേജ് അക്രോസ് ദ കപ്പാസിറ്റർ സ്മോൾ q എടുക്കാം, Q/C ആണ്. ശരിയല്ലേ? അതായത്
നമ്മുടെ വോൾട്ടേജിന്റെ ഇക്വേഷൻ എന്താണ് വരിക? ഇവിടെ വോൾട്ടേജ് എന്ന് പറയുന്നത് വി ഈസ് ഈക്വൽ ടു V0 sin omega t ആയിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ, സോ L into di by dt plus IR plus Q by C is equal to V0 sin omega t. ഓക്കെ, ഇനി കറണ്ട് ഐ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ചാർജ് ആണെന്ന് അറിയാം, ദാറ്റ് ഈസ് dQ/dt ആണ്. ഓക്കെ, സോ ഇപ്പൊ di/dt എന്ത് വരും? di/dt എന്ന് പറയുന്നത് d/dt ഓഫ് dQ/dt എന്ന് വരും അല്ലെ. സോ ദാറ്റ് ഈസ് d2q ഡിവൈഡഡ് ബൈ dt². ശരിയാണല്ലോ. സോ L into d2q ഡിവൈഡഡ് ബൈ dt² പ്ലസ് ഐക്ക് പകരം എന്ത് കൊടുക്കാം, r into dQ/dt plus Q by C is equal to V0 sin omega t. Okay, so this is called the differential equation of LCR series circuit. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ നമ്മൾ പഠിച്ചാൽ മതി, നമ്മൾ സോൾവ് ചെയ്ത് സമയം കളയേണ്ട ആവശ്യമില്ല. ഇതിന്റെ സൊല്യൂഷൻ Q is equal to Q0 sin omega t plus phi എന്നാണ് നമുക്ക് ഇതിന്റെ സൊല്യൂഷൻ കിട്ടുക. Q is equal to Q0 sin omega t plus phi. നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് SHM ഒക്കെ പഠിക്കുന്ന പോലെ, സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ പഠിക്കുന്ന പോലെ ഇതും കൂടെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. അതിന്റെ സൊല്യൂഷൻ Q is equal to Q0 sin omega t plus phi ആണ്. ഓക്കെ, ഇവിടുന്ന് I dQ/dt എടുക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് I0 cos omega t plus or minus phi എന്നുള്ള രീതിയിൽ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, തൽക്കാലം ഇത്രയും നമ്മൾ ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഇനി നമ്മൾ ഇതിന്റെ ഫേസർ ഡയഗ്രാം ആണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, LCR സീരീസ് സർക്യൂട്ടിന്റെ ഫേസർ ഡയഗ്രാം നോക്കിക്കേ. ഓക്കെ, VC മൈനസ് VL ആണിത്. റിസൾട്ടന്റ് വോൾട്ടേജ് V ഇവിടെ വരും. ഓക്കെ, വോൾട്ടേജ് അക്രോസ് ദ റെസിസ്റ്റർ ആണ് എന്തെന്ന് പറയുന്നത് VR. ഓക്കെ, ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന കേസ് VC ഗ്രേറ്റർ ദാൻ VL എന്നുള്ള കേസാണ്. ഇത് തിരിച്ചെടുത്താലും നമ്മുടെ ഫോർമുലയ്ക്കകത്ത് അത് വലിയ രീതിയിലൊന്നും അഫക്റ്റ് ചെയ്യില്ല, കാരണം അത് പെർഫെക്റ്റ് സ്ക്വയർ ആക്കുന്നുണ്ട്. ഇപ്പം നെഗറ്റീവ് വന്നാലും സ്ക്വയർ എടുത്ത് പോസിറ്റീവ് ആവും. അപ്പം ഫേസർ ഡയഗ്രം എടുക്കുകയാണെങ്കിൽ ഇത് നേരെ മുകളിലേക്ക് വരും എന്നുള്ള ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. VL ഗ്രേറ്റർ ദാൻ VC എടുക്കുകയാണെങ്കിൽ. ചില ടെക്സ്റ്റുകൾ ആ രീതിയിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇനി വോൾട്ടേജ് അക്രോസ് ദ ഇൻഡക്ടർ എന്ന് പറയുന്നത് കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ ദ ഇൻഡക്ടർ ആണ്. XL എന്ന് പറഞ്ഞാൽ ഇൻഡക്റ്റീവ് റിയാക്ടൻസ്, ദ റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ ദ ഇൻഡക്ടർ. വോൾട്ടേജ് അക്രോസ് ദ കപ്പാസിറ്റർ കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ ദ കപ്പാസിറ്റർ. വോൾട്ടേജ് അക്രോസ് ദ റെസിസ്റ്റർ കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ്. ഓക്കെ, അത് നമ്മൾ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഇതൊരു റൈറ്റ് ആംഗിളിന്റെ ട്രയാങ്കിൾ ആണല്ലോ. ഈ ട്രയാങ്കിൾ റിസൾട്ടന്റ് എന്ന് പറയുന്നത് എന്താണ്? റൂട്ട് ഓഫ് VR² പ്ലസ് VC മൈനസ് VL ഹോൾ സ്ക്വയർ. V is equal to IR കൊടുക്കാം. IR is equal to root of VRന് പകരം എന്താണ്, സോറി, ഇവിടെ നമ്മൾ തൽക്കാലം V equal to എന്ന് തന്നെ പോട്ടെ. V equal to IR എന്ന് കൊടുക്കാൻ പറ്റില്ല, VR ആണ് IR വരിക. ഓക്കെ, ഈ V എന്താണെന്നുള്ള ഞാൻ പറഞ്ഞുതരാം കേട്ടോ. സോ V equal to എന്ന് തന്നെ എഴുതിയാൽ മതി. ഇവിടെ V എന്ന് പറഞ്ഞാൽ IR ആണ്. സോ അത് സ്ക്വയർ ചെയ്യുമ്പോൾ I² R² പ്ലസ് VC എന്ന് പറഞ്ഞാൽ I into XC വരും. I into XC മൈനസ് VL എന്ന് പറഞ്ഞാൽ I into XL ദ ഹോൾ സ്ക്വയർ. ശരിയല്ലേ? സോ V is equal to റൂട്ട് ഓഫ്, നമുക്ക് I² പുറത്ത് കിട്ടും, ബാക്കി R² പ്ലസ് XC മൈനസ് XL ദ ഹോൾ സ്ക്വയർ. ശരിയല്ലേ? ഈ റൂട്ട് I² എന്ന് പറഞ്ഞാൽ I ആവും അല്ലെ. therefore V is equal to I into റൂട്ട് R² പ്ലസ് XC മൈനസ് XL ദ ഹോൾ സ്ക്വയർ എന്ന് വരും. ശരിയല്ലേ? ഈ I നമ്മൾ താഴേക്ക് എടുക്കുകയാണെങ്കിൽ എന്താണ് കിട്ടുക? V by I is equal to റൂട്ട് ഓഫ്
ആർ സ്ക്വയർ പ്ലസ് എക്സ് സി മൈനസ് എക്സ് എൽ ദ ഹോൾ സ്ക്വയർ. ഈ വി ബൈ ഐനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ ദ LCR സർക്യൂട്ട്, ദാറ്റ് ഈസ് the equivalent resistance of the LCR circuit, that is what is called impedance. The Z is called impedance. Z നെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഇംപിഡൻസ്. ഈ ഇംപിഡൻസിന്റെ റെസിപ്രോക്കലിനെ വിളിക്കുന്ന പേരാണ് അഡ്മിറ്റൻസ്. ഇപ്പോഴൊന്ന് ഓർത്ത് വെച്ചോളൂ, അതും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. The reciprocal of impedance is called admittance. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇംപിഡൻസ് Z is equal to root of R square plus XC minus XL the whole square എന്ന് കിട്ടും. ഇംപിഡൻസ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഇക്വേഷൻ എന്താണ്? Z is equal to root of R square plus XC minus XL the whole square. Very very important. Z is equal to root of R square plus XC minus XL the whole square. ഓക്കെ, ഈ ഇക്വേഷൻ നമ്മൾ ക്ലിയർ ആയിട്ട് പഠിച്ചു വയ്ക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്റെ ഇംപിഡൻസ് ട്രയാങ്കിൾ വരയ്ക്കാമല്ലോ. ഇംപിഡൻസ് ട്രയാങ്കിൾ നമുക്ക് എങ്ങനെയാണ് വരയ്ക്കാൻ പറ്റുക? ഇംപിഡൻസ് ട്രയാങ്കിൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഇംപിഡൻസ് ട്രയാങ്കിൾ നോക്കിക്കേ, നമുക്കിപ്പോൾ കിട്ടിയ ഇക്വേഷൻ Z is equal to root of R square plus XC minus XL the whole square എന്നുള്ള ഇക്വേഷൻ ആണ് നമുക്ക് കിട്ടിയത്. ഇത് സ്ക്വയർ ചെയ്താൽ എന്ത് വരും? Z square equal to R square plus അല്ലെ, Z square equal to R square plus XC minus XL the whole square. പൈതഗോറസ് തിയറം അനുസരിച്ച് നമുക്കൊരു ട്രയാങ്കിൾ പോലെ വരയ്ക്കാമല്ലോ. ഹൈപ്പോട്ടിന്യൂസ് ആയിരിക്കും Z, ബേസ് R ആയിരിക്കും, ഓൾട്ടിറ്റ്യൂഡ് എന്തായിരിക്കും? XC മൈനസ് XL ആയിരിക്കും. ഇവിടുത്തെ ആംഗിൾ ഫൈ എന്ന് പറയുന്ന ആംഗിളാണ്. ഈ ട്രയാങ്കിളിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഇംപിഡൻസ് ട്രയാങ്കിൾ. എന്താണ്? ഇംപിഡൻസ് ട്രയാങ്കിൾ. ദിസ് ട്രയാങ്കിൾ ഈസ് കോൾഡ് ഇംപിഡൻസ് ട്രയാങ്കിൾ. ഇംപിഡൻസ് ട്രയാങ്കിളിൽ നിന്ന് ടാൻ ഫൈ എന്ന് കണ്ടുപിടിച്ചേ. ടാൻ ഫൈ is equal to XC minus XL divided by R. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. ടാൻ ഫൈ is equal to XC minus XL by R. കോസ് ഫൈ എന്ത് വരും? കോസ് ഫൈ R by Z. R by Z. അവിടെ Z എന്താണ്? റൂട്ട് ഓഫ് R സ്ക്വയർ പ്ലസ് XC മൈനസ് XL ദ ഹോൾ സ്ക്വയർ ആണ് Z എന്ന് പറയുന്നത്. ഈ കോസ് ഫൈനെ വിളിക്കുന്ന പേരാണ് പവർ ഫാക്ടർ. അത് നമുക്ക് പറയാം. ഓക്കെ, ഇനി നമ്മൾ ഈ LCR സർക്യൂട്ടിൽ നിന്ന് പഠിച്ചിരിക്കേണ്ടതായിട്ടുള്ള കുറച്ച് പോയിന്റ്സ് നമുക്ക് നോക്കാം. അത് നമുക്ക് നോട്ടായിട്ട് എഴുതി. ഓക്കെ, നോട്ട്. ഫസ്റ്റ് പോയിന്റ് നമ്മൾ പഠിക്കേണ്ടത് LCR സർക്യൂട്ടിന്റെ പവർ ആണ്. പവർ ഡിസിപ്പേറ്റഡ് ഇൻ LCR സർക്യൂട്ട്, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. VRMS ഇൻറ്റു IRMS ഇൻറ്റു കോസ് ഫൈ. അത് ഡയറക്റ്റ് പ്രോബ്ലം കിട്ടുന്നതാണ്. അതിന്റെ ഡെറിവേഷൻ എളുപ്പമാണ്, പക്ഷെ നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, അതായത് VM ഇൻറ്റു IM ബൈ 2 കോസ് ഫൈ എന്ന് വരും. VMനെ താഴെയുള്ള 2നെ റൂട്ട് 2 ഇൻറ്റു റൂട്ട് 2 എന്ന് എഴുതാം. അപ്പോൾ VM ബൈ റൂട്ട് 2 ഇൻറ്റു IM ബൈ റൂട്ട് 2 ഇൻറ്റു കോസ് ഫൈ എന്ന് വരും. അത് VRMS ഇൻറ്റു IRMS ഇൻറ്റു കോസ് ഫൈ എന്ന് വരും. ഓക്കെ, അത് പോയിന്റ് ആയിട്ട് പഠിച്ചു വെച്ചാൽ മതി. പവർ ഡിസിപ്പേറ്റഡ് ഇൻ LCR സീരീസ് സർക്യൂട്ട്. LCR സീരീസ് സർക്യൂട്ടിൽ ഡിസിപ്പേറ്റ് ചെയ്യുന്ന പവർ VRMS ഇൻറ്റു IRMS ഇൻറ്റു കോസ് ഫൈ ആണ്. സോ ദ പവർ ഡിസിപ്പേറ്റഡ് ഇൻ LCR സീരീസ് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? VRMS ഇൻറ്റു IRMS ഇൻറ്റു കോസ് ഫൈ. ആ കോസ് ഫൈയെ നമ്മൾ വിളിക്കുന്ന പേരാണ് പവർ ഫാക്ടർ. കോസ് ഫൈ ഈസ് കോൾഡ്, അടുത്ത പോയിന്റ്, കോസ് ഫൈ ഈസ് കോൾഡ് പവർ ഫാക്ടർ. പവർ ഫാക്ടർ. ഓക്കെ, ഇനി നമുക്കറിയാം Z കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? Z is equal to root of R square plus XC minus XL the whole square ആണല്ലോ. ഇതാണ് Z കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ. എപ്പോഴാണ് നമുക്ക് മാക്സിമം ഇംപിഡൻസ് കിട്ടുക? മാക്സിമം ഇംപിഡൻസ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ കാണുന്ന XC മൈനസ് XL എന്താവണം? 0 ആവണം. ശരിയല്ലേ? മിനിമം ഇംപിഡൻസ് കിട്ടുക. മിനിമം ഇംപിഡൻസ് ഇത് മിനിമം ആവുന്ന എപ്പോഴാണ്? ഈ XC മൈനസ് XL എന്ന് പറയുന്ന ഒരു സാധനം എക്സ്ട്രാ നമ്മൾ ഇതിന്റെ കൂടെ കൂട്ടിയാൽ അത് വലുതാവത്തല്ലേ ഉള്ളൂ.
ഈ എക്സ് ഇ മൈനസ് എക്സ് എൽ 0 ആവുമ്പോഴാണ് നമുക്ക് ഇമ്പിഡൻസ് മിനിമം കിട്ടുക. അപ്പോൾ ആർ സ്ക്വയർ മാത്രം. എക്സ് ഇ മൈനസ് എക്സ് എല്ലിന് ഒരു വാല്യൂ ഉണ്ടെങ്കിൽ അത് നോൺ സീറോ ആണെങ്കിൽ അതിന്റെ സ്ക്വയർ കൂട്ടി ആർ സ്ക്വയറിന്റെ കൂടെ കൂട്ടി ഇച്ചിരി കൂടെ ഒരു വലിയ വാല്യൂ കിട്ടത്തുള്ളൂ. അപ്പൊ ഈ ഇമ്പിഡൻസ് ഏറ്റവും മിനിമത്തിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ എക്സ് ഇ മൈനസ് എക്സ് എൽ 0 ആയിരിക്കണം. ശരിയല്ലേ? അപ്പൊ മിനിമം ഇമ്പിഡൻസിന്റെ കണ്ടീഷൻ എന്താണ്? ഫോർ മിനിമം ഇമ്പിഡൻസ് മീൻസ് മാക്സിമം ഫ്ലോ ഓഫ് കറണ്ട്. കറണ്ടിനെതിരെയുള്ള ഒരു എന്താണ്, കറണ്ടിനെ തടഞ്ഞു നിർത്തുന്ന സാധനമാണല്ലോ ഇമ്പിഡൻസ് എന്ന് പറയുന്നത്. മാക്സിമം കറണ്ട് ഫ്ലോ ചെയ്യണമെങ്കിൽ ഇമ്പിഡൻസ് മിനിമം ആയിട്ട് നിൽക്കണം. ഇമ്പിഡൻസ് മിനിമം ആണെങ്കിൽ എക്സ് ഇ മൈനസ് എക്സ് എൽ എന്താവണം? 0 ആവണം. ശരിയല്ലേ? കാരണം നമ്മുടെ കറണ്ടിന്റെ ഇക്വേഷൻ എന്താണ്? ഐ എം ഇസ് ഈക്വൽ ടു ഐ ഇസ് ഈക്വൽ ടു വി എം ബൈ ഇസഡ് ആണ് അല്ലെ. ദാറ്റ് ഈസ് വി എം ബൈ ഇസഡ് എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എക്സ് ഇ മൈനസ് എക്സ് എൽ ഹോൾ സ്ക്വയർ അല്ലെ. വി എം ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എക്സ് ഇ മൈനസ് എക്സ് എൽ ഹോൾ സ്ക്വയർ. So for maximum current this should be 0. Xc minus XL എന്താവണം? 0 ആവണം. For maximum current or minimum impedance, for minimum impedance and maximum current maximum current കിട്ടാനും മിനിമം ഇമ്പിഡൻസിനുള്ള കണ്ടീഷൻ എന്താണ്? Xc minus XL is equal to 0. So that should behave like a purely resistive circuit only. Vm by R എന്ന് കിട്ടും. Xc minus XL 0 ആയി കഴിഞ്ഞാൽ. Okay. Yes. So if Xc minus XL is equal to 0, what are the two conclusions? Maximum current ഉണ്ടാവും, minimum impedance ആവും. Minimum impedance കിട്ടും, at the same time നമുക്ക് maximum current കിട്ടും. So maximum current flows through the circuit when Xc minus XL is equal to 0. ആ മാക്സിമം കറണ്ട് ഫ്ലോ ചെയ്യുന്ന കണ്ടീഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റെസൊണന്റ് കണ്ടീഷൻ. സോ വാട്ട് ഈസ് ദ കണ്ടീഷൻ ഫോർ റെസൊണൻസ്? റെസൊണൻസിന്റെ കണ്ടീഷൻ എന്താണ്? അല്ലെങ്കിൽ പ്യൂർലി റെസിസ്റ്റീവ് സർക്യൂട്ട് ആയിട്ട് ബിഹേവ് ചെയ്യാനുള്ള കണ്ടീഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സ് ഇ മൈനസ് എക്സ് എൽ എന്താവണം? 0 ആവണം. ക്ലിയർ ആണല്ലോ? സോ ഇഫ് എക്സ് ഇ മൈനസ് എക്സ് എൽ ഇസ് ഈക്വൽ ടു 0, വാട്ട് ആർ ദ ടു കൺക്ലൂഷൻസ്? Z is minimum, current is maximum. So maximum current flow ചെയ്യാനുള്ള കണ്ടീഷൻ ആണ് Xc minus XL is equal to 0. ആ കണ്ടീഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റെസൊണൻസ്. അപ്പൊ എന്താണ് റെസൊണൻസ് എന്നുള്ളത് നമുക്ക് നോട്ട് ചെയ്യാം. നെക്സ്റ്റ് പോയിന്റ് റെസൊണൻസ്. നോക്കണേ, എന്താണ് റെസൊണൻസ്? A series LCR circuit admits maximum current corresponding to a particular frequency of AC source is called resonant circuit. Series resonant circuit. ഇപ്പൊ എന്താണ് റെസൊണൻസ് എന്നുള്ളതെന്ന് എഴുതി വെച്ചോളൂ. A series LCR circuit admits maximum current. A series LCR circuit admits maximum current corresponds to a particular angular frequency. Corresponds to a particular angular frequency. അത് നമുക്ക് കണ്ടുപിടിക്കണം. Of AC source. Okay, of AC source called series resonant circuit. Okay. So admits maximum current. എപ്പോഴാണ് admits maximum current വരുന്നത്? മാക്സിമം കറണ്ട് അഡ്മിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സ് ഇ മൈനസ് എക്സ് എൽ എന്താവണം? 0 ആവണം. അതായത് എക്സ് ഇ ഇസ് ഈക്വൽ ടു എക്സ് എൽ ആവണം. സോ ദ റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ ദ കപ്പാസിറ്റർ ഇസ് ഈക്വൽ ടു റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ ദ ഇൻഡക്ടർ. എക്സ് ഇ എന്ന് പറഞ്ഞാൽ 1/c ഒമേഗ, എക്സ് എൽ എന്ന് പറഞ്ഞാൽ എൽ ഒമേഗ. ക്രോസ് ചെയ്താൽ എന്ത് വരും? എൽ സി ഒമേഗ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 എന്ന് വരും. അവിടുന്ന് ഒമേഗ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1/LC വരും.
അവിടുന്ന് ഒമേഗ ഈസ് ഈക്വൽ ടു 1/√LC വരും. സോ റെസണന്റ് ഫ്രീക്വൻസി ഒമേഗ എന്ന് പറഞ്ഞാൽ എന്താണ്? 1/√LC ആണ്. ആൻഡ് ദിസ് ഒമേഗ ക്യാൻ ബി റിട്ടൺ as 2πf. 2π into frequency that's equal to 1/√LC. അവിടുന്ന് ഫ്രീക്വൻസിക്ക് ഒരു ഇക്വേഷൻ കിട്ടും. F is equal to 1/2π√LC. സോ ഇതാണ് റെസണന്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഓക്കെ, where F is the resonant frequency. Resonant frequency. ഓക്കെ, ഈ എഫ് എന്ന് പറയുന്ന ഫ്രീക്വൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? റെസണന്റ് ഫ്രീക്വൻസി. ക്ലിയർ ആണല്ലോ? യെസ്. ഇനി നിങ്ങൾ നോക്കിക്കേ, നമ്മുടെ അടുത്തൊരു പോയിന്റ് പറയാം. ഇംപിഡൻസ് ട്രയാങ്കിൾ എന്തായിരുന്നു? റെസണൻസ് ആവണമെന്നുണ്ടെങ്കിൽ എക്സ് ഈസ് ഈക്വൽ ടു എക്സ് എൽ ആവണമെന്ന് പറഞ്ഞു നമ്മൾ. നമ്മുടെ ഇംപിഡൻസ് ട്രയാങ്കിൾ എന്തായിരുന്നു? ഫൈ ആർ ഇസഡ് എക്സ് ഇ മൈനസ് എക്സ് എൽ. ഇതായിരുന്നല്ലോ നമ്മുടെ ഇംപിഡൻസ് ട്രയാങ്കിൾ. ഇംപിഡൻസ് ട്രയാങ്കിളിൽ നിന്നും ടാൻ ഫൈ എന്തായിരുന്നു? ടാൻ ഫൈ എക്സ് ഇ മൈനസ് എക്സ് എൽ ബൈ ആർ. സോ അറ്റ് റെസണൻസ് കണ്ടീഷൻ എക്സ് ഇ മൈനസ് എക്സ് എൽ 0 ആണ് ബൈ ആർ ദാറ്റ്സ് ഈക്വൽ ടു 0. ബ്രാക്കറ്റിൽ കൊടുക്കണം. അറ്റ് റെസണൻസ് കണ്ടീഷനിലാണ്. സോ ടാൻ ഫൈ ഈസ് ഈക്വൽ ടു 0. ടാൻ ഏതാങ്കിളാണ് 0 വരുന്നത്? 0 ആകുമ്പോൾ തന്നെയാണ്. സോ വിച്ച് ഇംപ്ലൈസ് ഫൈ ഈസ് ഈക്വൽ ടു 0. സോ അറ്റ് റെസണൻസ് കണ്ടീഷൻ ഫേസ് ആംഗിൾ എന്താണ്? 0. നമുക്കറിയാം അറ്റ് റെസണൻസ് പ്യുവർലി റെസിസ്റ്റീവ് സർക്യൂട്ട് ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. പ്യുവർലി റെസിസ്റ്റീവ് സർക്യൂട്ട് നമ്മൾ ആദ്യമേ ഡിസ്കസ് ചെയ്തിരുന്നു. വോൾട്ടേജ് ആൻഡ് കറണ്ട് ആർ ഇൻ സെയിം ഫേസ്. സോ ദ ഫേസ് ഡിഫറൻസ് ഈസ് നത്തിങ് ബട്ട് 0. അല്ലെ, ഫേസ് ഡിഫറൻസ് 0 ആണ്. So clearly we can say that phi equal to 0 at resonance. Resonance phi is equal to 0. Maximum current flow ചെയ്യും. Okay. ഇനി phi is equal to 0 ആണെങ്കിൽ what should be the power factor? At resonance power factor equation എന്താണ്? Power factor എന്ന് പറയുന്നത് cos phi ആണ്. Phi 0 ആണെങ്കിൽ cos 0 എന്ന് വരും. Cos 0 is equal to 1. So what is the പവർ ഫാക്ടർ അറ്റ് റെസണൻസ്? 1. പവർ ഫാക്ടർ 1 ആണ്. കോസിന് സ്വീകരിക്കാൻ കഴിയുന്ന പരമാവധി വിലയല്ലേ 1? -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു cos x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. സോ ദിസ് ഈസ് മാക്സിമം വാല്യൂ ഓഫ് പവർ ഫാക്ടർ. സോ മാക്സിമം പവർ ഫാക്ടർ ഒക്കേഴ്സ് അറ്റ് റെസണന്റ് കണ്ടീഷൻ. റെസണന്റ് കണ്ടീഷനിലാണ് പവർ ഫാക്ടർ എന്താവുന്നത്? മാക്സിമം ആവുന്നത്. ഓക്കെ, പവർ ഫാക്ടർ മാക്സിമം ആവുന്നത് ഏത് കണ്ടീഷനിലാണ്? റെസണന്റ് കണ്ടീഷനിലാണ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകളാണ് നമ്മൾ കുറച്ച് എഴുതി വെച്ചത്. പവർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പറഞ്ഞു. കോസ് ഫൈ പവർ ഫാക്ടർ ആണെന്ന് പറഞ്ഞു. എപ്പോഴാണ് മാക്സിമം കറണ്ട് കിട്ടുന്നത് എന്നുള്ള കാര്യം പറഞ്ഞു. എന്താണ് റെസണൻസ് എന്നുള്ള കാര്യം പറഞ്ഞു. റെസണന്റ് ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തു. പവർ ഫാക്ടർ റെസണൻസിന്റെ സമയത്ത് എന്തായിരിക്കും എന്നുള്ളത് പറഞ്ഞു. ഇത്രയും കാര്യങ്ങൾ എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ക്ലിയർ ആയിട്ട് നോട്ട് ചെയ്ത് പഠിച്ചു വെക്കണം കേട്ടോ. നെക്സ്റ്റ്, എന്തുകൊണ്ടാണ് എ സി സർക്യൂട്ടിനെ, LCR സീരീസ് സർക്യൂട്ടിനെ ഒരു അക്സെപ്റ്റർ സർക്യൂട്ട് എന്ന് വിളിക്കുന്നത്? നമ്മളിപ്പോൾ പറഞ്ഞത് വെച്ചുകൊണ്ടാണ്. ഓക്കെ, ഇതായിരുന്നു കഴിഞ്ഞ ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ എക്സാമിന് ചോദിച്ച ചോദ്യം. ഇവിടെ നിന്നായിരുന്നു. താഴെ പറയുന്നതിൽ ഏതാണ് അക്സെപ്റ്റർ സർക്യൂട്ട്? ഓപ്ഷൻസിൽ LCR സീരീസ് സർക്യൂട്ട് ഉണ്ടായിരുന്നു, LCR പാരലൽ സർക്യൂട്ട് ഉണ്ടായിരുന്നു, LR സർക്യൂട്ട് ഉണ്ടായിരുന്നു, LC സർക്യൂട്ട് ഉണ്ടായിരുന്നു. അപ്പം അതിനകത്ത് ശരി ഉത്തരം LCR സീരീസ് സർക്യൂട്ടാണ്. സീരീസ് LCR സർക്യൂട്ടാണ്. ഓക്കെ, ഇതായിരുന്നു ഇതിന് മുൻപ് നടന്ന ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ എക്സാമിന് ഈ ഭാഗത്ത് നിന്ന് വന്ന ചോദ്യം. ഒരേ ഒരു ചോദ്യം ഉണ്ടായിരുന്നുള്ളൂ, അത് ഈ ചോദ്യമായിരുന്നു. താഴെ പറയുന്നതിൽ ഏതായിരുന്നു അക്സെപ്റ്റർ സർക്യൂട്ട് എന്നുള്ളതായിരുന്നു നമ്മുടെ ചോദ്യം. ഓക്കെ, യെസ്. പിന്നെ ഒരു ചോദ്യം കൂടെ ഈ ഭാഗത്ത് നിന്നുണ്ടായിരുന്നു. അത് മീൻ വാല്യൂ ആണോ, ആവറേജ് വാല്യൂ ആണോ, RMS വാല്യൂ ആണോ, ഇതിലേതാണ് വലുത്? ഇതിൻ്റെ ഒരു അസെൻഡിങ് ഓർഡർ അല്ലെങ്കിൽ ഡിസെൻഡിങ് ആയിട്ടുള്ള ഓർഡർ, ആ ഓർഡർ റിലേറ്റ് ചെയ്യുന്ന ഒരു ചോദ്യം കൂടെ ഉണ്ടായിരുന്നു. ഓക്കെ, നോക്കാം. അത് നമുക്ക് അവസാനം ഡിസ്കസ് ചെയ്യാം. അപ്പം എന്താണ് അക്സെപ്റ്റർ സർക്യൂട്ട് എന്ന് പറയുന്നത്? ഒരു അക്സെപ്റ്റർ സർക്യൂട്ട്, സീരീസ് LCR സർക്യൂട്ടിനെ വിളിക്കുന്ന പേരാണ് അക്സെപ്റ്റർ സർക്യൂട്ട്. കാരണം എന്താ? ഇറ്റ് അക്സെപ്റ്റ്സ് ഓർ സെലക്ട് എ പർട്ടിക്കുലർ ഫ്രീക്വൻസി കോൾഡ് റെസണന്റ് ഫ്രീക്വൻസി. ഓക്കെ, റെസണന്റ് ഫ്രീക്വൻസിയെ അക്സെപ്റ്റ് ചെയ്യാനോ സെലക്ട് ചെയ്യാനോ സാധിക്കും. അതായത് F is equal to
1/2π√LC. അതായത് ഇൻഡക്റ്റൻസും കപ്പാസിറ്റൻസും അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഫ്രീക്വൻസി സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെ മാക്സിമം കറണ്ട് ഫ്ലോ ചെയ്യുന്ന കേസിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. വൈൽ ഓഫറിങ് എ ഹൈ ഒപ്പോസിഷൻ ടു ദ അതർ ഫ്രീക്വൻസീസ്. ബാക്കിയുള്ള ഫ്രീക്വൻസീസിന് ഹൈ ഒപ്പോസിഷൻ കൊടുക്കാനും പറ്റും. അതുകൊണ്ടാണ് സീരീസ് LCR സർക്യൂട്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? അക്സെപ്റ്റർ സർക്യൂട്ട്. സീരീസ് LCR സർക്യൂട്ട് ഈസ് കോൾഡ് എന്ത് സർക്യൂട്ടാണ്? അക്സെപ്റ്റർ സർക്യൂട്ട്. ഓക്കെ, അപ്പൊ എന്തുകൊണ്ടാണ് സീരീസ് LCR സർക്യൂട്ടിനെ അക്സെപ്റ്റർ സർക്യൂട്ട് എന്ന് വിളിക്കുന്നത്? കാരണം എന്താണ്? പർട്ടിക്കുലർ ഫ്രീക്വൻസി അക്സെപ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ സെലക്ട് ചെയ്യാനോ സാധിക്കും. ദാറ്റ് ഈസ് ദ റെസണന്റ് ഫ്രീക്വൻസി എന്ന് നമുക്കറിയാം ബൈ അഡ്ജസ്റ്റിംഗ് ദ ഇൻഡക്റ്റൻസ് ആൻഡ് കപ്പാസിറ്റൻസ്. ഓക്കെ, ഇനി സെലക്ഷൻ ഓർ റിജക്ഷൻ ഓഫ് ഫ്രീക്വൻസീസ് ഇൻ LCR സർക്യൂട്ട്. LCR സർക്യൂട്ടിലെ ഫ്രീക്വൻസീസിന്റെ സെലക്ഷൻ അല്ലെങ്കിൽ റിജക്ഷൻ. ഓക്കെ, ക്വാളിറ്റി ഫാക്ടർ എന്ന് പറഞ്ഞൊരു സാധനം കൂടെ ഉണ്ട്, Q. അത് സിലബസിൽ പറയുന്നില്ല, അതിന്റെ ഇക്വേഷൻ കൂടെ ഒന്ന് ഓർത്ത് വെച്ചോളൂ. Q is equal to ω/L/R ആണ് നമ്മുടെ ക്വാളിറ്റി ഫാക്ടർ കണ്ടുപിടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഇക്വേഷൻ. ഡയറക്റ്റ് എങ്ങനെ ഒരു പ്രോബ്ലം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് അറിയാതെ പോരുത്. Quality factor in LCR circuit is Q is equal to ω/L/R. Where Q is the quality factor. Quality factor. Okay. ഇനി ഇത് സിലബസിൽ എടുത്ത് പറയുന്നുണ്ട്. സെലക്ഷൻ ഓർ റിജക്ഷൻ ഓഫ് ഫ്രീക്വൻസീസ്. LCR circuit can be used to either select a desired frequency or reject an unwanted frequency based on the phenomena of resonance. അപ്പം ഇത്രേ ഉള്ളൂ പ്രധാനമായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം. ഈ റിജക്ഷൻ ഓഫ് ഫ്രീക്വൻസി അല്ലെങ്കിൽ സെലക്ഷൻ ഓഫ് പർട്ടിക്കുലർ ഫ്രീക്വൻസിയുടെ പിന്നിൽ എന്താണുള്ളത്, അതിന്റെ പിന്നിലുള്ള വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ്, അല്ലെങ്കിൽ ഫിനോമിന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നത്തിങ് ബട്ട് റെസണൻസ് ആണ് അതിന്റെ പിന്നിലുള്ള സാധനം. ഓക്കെ, ഇനി സെലക്ഷൻ ഓഫ് ഫ്രീക്വൻസിനെയാണ് നമ്മൾ ട്യൂണിങ് എന്നുള്ള പേരിട്ട് വിളിക്കുക. എ സീരീസ് LCR സർക്യൂട്ട് കോൾഡ് ആസ് എ ട്യൂൺഡ് അക്സെപ്റ്റർ ആണ് കഴിഞ്ഞ എക്സാമിന് ചോദിച്ചത് സർക്യൂട്ട്. റെസണന്റ് ഫ്രീക്വൻസി F is equal to 1/2π√LC ആണ്. ഓക്കെ, അന്നേരം എന്താണ്? ഇൻഡക്റ്റീവ് റിയാക്ടൻസും കപ്പാസിറ്റീവ് റിയാക്ടൻസും ഈക്വൽ ആകുന്ന കേസാണ്. അത് ഇക്വേറ്റ് ചെയ്താണ് നമ്മളിത് കണ്ടുപിടിക്കുന്നത്. ദെർഫോർ ഇംപിഡൻസ് ബിക്കംസ് മിനിമം. ഇംപിഡൻസ് മിനിമം ആവുന്നു, കറണ്ട് മാക്സിമം ആവുന്നു. കറണ്ട് ഈസ് മാക്സിമം അല്ലെ? ഇതൊക്കെ നമ്മൾ പറഞ്ഞ പോയിന്റുകളാണ്. ഹെൻസ് ദ സർക്യൂട്ട് സെലക്ട് ഓർ അക്സെപ്റ്റ് റെസണന്റ് ഫ്രീക്വൻസി വൈൽ അലോവിങ് മച്ച് ലെസ് കറണ്ട് കമ്പയർഡ് ടു അനദർ ഫ്രീക്വൻസീസ്. ഓക്കെ, അതിന്റെ ആപ്ലിക്കേഷൻ റേഡിയോ റിസീവറിൽ, TV ട്യൂണിംഗ് സർക്യൂട്ടിൽ, സിഗ്നൽ ട്യൂണിങ്ങിലൊക്കെയാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. ഇനി റിജക്ഷൻ ഓഫ് ഫ്രീക്വൻസി ആണെങ്കിൽ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന സർക്യൂട്ടാണ് ട്രാപ്പ് സർക്യൂട്ട്. ഓക്കെ, ട്രാപ്പ് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ പാരലൽ LCR സർക്യൂട്ടാണ്. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക. സെലക്ഷൻ ഓഫ് ഫ്രീക്വൻസിക്ക് ഉപയോഗിക്കുന്ന ട്യൂണിംഗ് സർക്യൂട്ടാണ് കോൾഡ് അക്സെപ്റ്റർ സർക്യൂട്ട്. ആൻഡ് റിജക്ഷൻ ഓഫ് ഫ്രീക്വൻസിക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് ട്രാപ്പ് സർക്യൂട്ടാണ്. ട്രാപ്പ് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ പാരലൽ LCR സർക്യൂട്ട്. പാരലൽ LCR സർക്യൂട്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ട്രാപ്പ് സർക്യൂട്ട്. ഓക്കെ, ആക്ട് ആസ് എ റിജക്ടർ ഓഫ് പർട്ടിക്കുലർ ഫ്രീക്വൻസി. പക്ഷെ കണ്ടീഷൻ സെയിം തന്നെയാണ്. ഈ പേര് മാത്രം ക്ലിയർ ആയിട്ട് ഓർത്ത് വെച്ചാൽ മതി. ട്രാപ്പ് സർക്യൂട്ട് അഥവാ റിജക്ടർ അറ്റ് റെസണൻസിന്റെ കണ്ടീഷനിൽ X is equal to XL ആവും, ഇംപിഡൻസ് മാക്സിമം ആവും. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, സീരീസ് LCR സർക്യൂട്ടിൽ റെസണന്റ് കണ്ടീഷനിൽ ഇംപിഡൻസ് മിനിമം ആണ്. പാരലൽ LCR സർക്യൂട്ടിൽ റെസണന്റ് കണ്ടീഷനിൽ ഇംപിഡൻസ് മാക്സിമം ആണ്, കറണ്ട് മിനിമം ആവും. ഇത് നേരെ തിരിഞ്ഞാണ് സീരീസ് LCR സർക്യൂട്ടിൽ വരെ. ഓക്കെ, അതുകൊണ്ടാണ് ഇത് നേരെ ഓപ്പോസിറ്റ് ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത്. ദസ് ദ റെസണന്റ് ഫ്രീക്വൻസി റിജക്റ്റഡ് ഓർ ബ്ലോക്ക്ഡ്. കാരണം എന്താണ്? മിനിമം കറണ്ട് ആണ് ഡ്രോൺ ചെയ്യുന്നത്, ഇംപിഡൻസ് എന്ന് പറയുന്നതാണ് മാക്സിമം. വൈൽ ദ അതർ ഫ്രീക്വൻസീസ് പാസ് മോർ ഈസിലി. നോയിസ് ഫിൽറ്ററുകളിലും എലിമിനേറ്റിംഗ് അൺവാണ്ടഡ് ഫ്രീക്വൻസീസിനൊക്കെയാണ് നമ്മളിത് യൂസ് ചെയ്യുക. ഓക്കെ, യെസ്, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഫ്രീക്വൻസി റിജക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സർക്യൂട്ട് ട്രാപ്പ് സർക്യൂട്ട്, ദാറ്റ് ഈസ് പാരലൽ LCR സർക്യൂട്ട്. പാരലൽ LCR സർക്യൂട്ടിൽ റെസണൻസ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ X is equal to XL തന്നെയാണ്. പക്ഷെ പാരലൽ LCR സർക്യൂട്ട് ആണെങ്കിൽ ആ കേസിൽ ഇംപിഡൻസ് മാക്സിമം ആവും. സീരീസ് LCR സർക്യൂട്ട് ആണെങ്കിൽ ഇംപിഡൻസ് മിനിമം ആവും. ഇംപിഡൻസ് മിനിമം ആവുന്ന കേസിൽ കറണ്ട് മാക്സിമം ആവും സീരീസ് LCR സർക്യൂട്ടിൽ. പക്ഷെ പാരലൽ LCR സർക്യൂട്ടിൽ റെസണൻസ് കണ്ടീഷനിൽ ഇംപിഡൻസ് മാക്സിമവും കറണ്ട് മിനിമവും ആണ്. നേരെ തിരിഞ്ഞാണ് വരിക. അതുകൊണ്ടാണ് പാരലൽ LCR സർക്യൂട്ട് ട്രാപ്പ് സർക്യൂട്ട് അഥവാ ടു റിജക്ട് എ പർട്ടിക്കുലർ ഫ്രീക്വൻസിക്ക് ഉപയോഗിക്കുന്നത്.
series LCR circuit is called acceptor circuit, and to accept a particular frequency by adjusting the values of inductor and resistor, inductor and capacitance at resonance condition from the equation F is equal to 1 by 2 pi root LC. ഓക്കെ, അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് ക്ലിയർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കി വെക്കണം. അപ്പോൾ സീരീസ് LCR സർക്യൂട്ടും പാരലൽ LCR സർക്യൂട്ടും തമ്മിലുള്ള ഈ ഒരു ഡിഫറൻസ് നമുക്കൊന്ന് നോട്ട് ചെയ്യാം. ഇത് അക്സെപ്റ്റ് റെസണൻറ്റ് ഫ്രീക്വൻസി, ഇത് റിജക്റ്റ് റെസണൻറ്റ് ഫ്രീക്വൻസി. ഓക്കെ, ഇവിടെ എന്താണ് ഓർത്തിരിക്കേണ്ടത്, ഇത് മിനിമം ആകുന്നത് റെസണൻസിലാണ്, ഇവിടെ മാക്സിമം ഇംപിഡൻസ് കിട്ടുന്ന റെസണൻസിലാണ്. ഇവിടെ മാക്സിമം കറണ്ട്, ഇവിടെ മിനിമം കറണ്ട്. ഒരെണ്ണം അക്സെപ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നു, ഒരെണ്ണം റിജക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നു. ദിസ് ഈസ് കോൾഡ് അക്സെപ്റ്റർ, ദിസ് ഈസ് കോൾഡ് റിജക്ടർ. അക്സെപ്റ്റർ ഈസ് കോൾഡ് ട്യൂൺഡ് സർക്യൂട്ട് ആൻഡ് റിജക്ടർ ഈസ് കോൾഡ് ട്രാപ്പ് സർക്യൂട്ട്. ഓക്കെ, ഇതാണ് അത് തമ്മിലുള്ള മേജർ ഡിഫറൻസ്. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് എന്താണ് ട്യൂണിങ് ഓഫ് LCR സർക്യൂട്ട്. LCR സർക്യൂട്ടിന്റെ ട്യൂണിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ട്യൂണിങ് ഇസ് ദ പ്രോസസ് ഓഫ് അഡ്ജസ്റ്റിംഗ് LCR സർക്യൂട്ട് സോ ദാറ്റ് resonates at a desired frequency. ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞു. This allows the circuit to select one particular frequency from many frequencies. F is equal to 1 by 2 pi root LC. By changing the value of inductance and capacitance, resonant frequency changes. In practice, നമ്മൾ വേരിയബിൾ കപ്പാസിറ്റർ ആണ് കോമൺലി ട്യൂണിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസിന് ട്യൂണിങ്ങിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കപ്പാസിറ്റർ ഏതാണ് എന്ന് എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് എ വേരിയബിൾ കപ്പാസിറ്റർ. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്? ട്യൂണിങ് നമ്മൾ എവിടെയൊക്കെ റേഡിയോ റിസീവേഴ്സിൽ ട്യൂണിങ് ഉപയോഗിക്കുന്നുണ്ട്, ടെലിവിഷൻ റിസീവർ, കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, സിഗ്നൽ ഫിൽറ്ററിങ്ങിനൊക്കെയാണ് നമ്മൾ ഈ ട്യൂണിങ് പ്രധാനമായിട്ടും യൂസ് ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ AC സർക്യൂട്ട്സിനകത്തുള്ള ഓൾറെഡി നമ്മൾ ജസ്റ്റ് പലതും പറഞ്ഞു പോയതാണ്, എങ്കിലും ഒന്ന് സ്പെസിഫൈ ചെയ്ത് പറയാം. AC സർക്യൂട്ട്സിനകത്തുള്ള ഇൻസ്റ്റന്റേനിയസ്, പീക്ക്, മീൻ, RMS വാല്യൂ ഓഫ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ആണ് നമ്മൾ നോക്കുന്നത്. ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് I0 സൈൻ ഒമേഗ ടി. ഓൾറെഡി നമുക്കറിയാം I എന്ന് പറയുന്ന ഇൻസ്റ്റന്റേനിയസ് വാല്യൂ, അവിടെ I0 പീക്ക് വാല്യൂ ആണ്, ഒമേഗ എന്ന് പറയുന്ന 2 പൈ ഇൻറ്റു ഫ്രീക്വൻസി ടി ടൈം ആണ്. ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് വോൾട്ടേജ് ആണെങ്കിൽ V0 സൈൻ ഒമേഗ ടി, കറണ്ട് ആണെങ്കിൽ I0 സൈൻ ഒമേഗ ടി. ഓൾറെഡി നമ്മൾ ചർച്ച ചെയ്ത കാര്യമാണ്. ഇനി പീക്ക് വാല്യൂ എന്ന് പറഞ്ഞാൽ ഈ I0യും V0യും ഒക്കെയാണ് പീക്ക് വാല്യൂസ്, ശരിയല്ലേ, മാക്സിമം വാല്യൂസ് I0 ആൻഡ് V0. നേരത്തെ പറഞ്ഞ ഇക്വേഷനകത്തുള്ള I0യും V0യും അത് കറണ്ടിന് പോകാൻ പറ്റുന്ന മാക്സിമം വാല്യൂ അല്ലെങ്കിൽ വോൾട്ടേജിന്റെ മാക്സിമം വാല്യൂ ആണ് അതിന്റെ പീക്ക് വാല്യൂ. ഇനി മീൻ അഥവാ ആവറേജ് വാല്യൂ എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് സൈക്കിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആവറേജ് വാല്യൂ 0 ആയിരിക്കും. ആവറേജ് വാല്യൂ ഓഫ് AC ഓവർ എ കംപ്ലീറ്റ് സൈക്കിൾ 0. അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഒരു കംപ്ലീറ്റ് സൈക്കിളിൽ ACയുടെ ആവറേജ് വാല്യൂ എന്താണെന്ന് എക്സാമിന് ചോദിച്ചാൽ അത് 0 ആണ്. കാരണം പോസിറ്റീവ് ഹാഫ് സൈക്കിളും നെഗറ്റീവ് ഹാഫ് സൈക്കിളും പരസ്പരം ക്യാൻസൽ ആയി പോകും. അതുകൊണ്ട് നമ്മൾ മീൻ വാല്യൂ ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒരു ഹാഫ് സൈക്കിളിലെ. ഒരു ഹാഫ് സൈക്കിളിലുള്ള മീൻ വാല്യൂ എന്ന് പറയുന്നത് കറണ്ട് ആണെങ്കിൽ 2 ഇൻറ്റു I0 ബൈ പൈ 0.637 I0 കിട്ടും. വോൾട്ടേജ് ആണെങ്കിൽ 2 ഇൻറ്റു V0 ബൈ പൈ 0.637 V0 എന്ന് വരും. ഇതാണ് മീൻ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ ഓൾറെഡി നമ്മൾ ചർച്ച ചെയ്തതാണ്. നേരത്തെ ഫസ്റ്റ് സ്ലൈഡിൽ നമ്മൾ പറഞ്ഞതാണ്. IRMS എന്ന് പറഞ്ഞാൽ I0 ബൈ റൂട്ട് 2, VRMS എന്ന് പറഞ്ഞാൽ V0 ബൈ റൂട്ട് 2. 1 ബൈ റൂട്ട് 2 0.707 ആണ്. 0.707 I0 എന്ന് പറയാം, 0.707 V0. So RMS value is the value of DC current that produces same heating effect in the resistor as the AC current. Sinusoidal AC ആണെന്നുണ്ടെങ്കിൽ IRMS is equal to I0 by root 2, VRMS is equal to V0 by root 2. ഓക്കെ, റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ എന്ന് പറയുന്നതിനെ വിളിക്കുന്ന മറ്റൊരു പേര് എഫക്റ്റീവ് വാല്യൂ ഓഫ് AC എന്നാണ്. ACയുടെ എഫക്റ്റീവ് വാല്യൂ എന്നറിയപ്പെടുന്ന എന്താണ്? ACയുടെ എഫക്റ്റീവ് വാല്യൂ എന്നറിയപ്പെടുന്നതാണ് റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ. ഇനി ഇതിൻ്റെ ഒരു കമ്പാരിസൺ നമുക്ക് നോക്കാം. എന്താണ്? ക്വാണ്ടിറ്റി, കറണ്ട്, വോൾട്ടേജ്. ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ആണെങ്കിൽ I0 സൈൻ ഒമേഗ ടി, ഇൻസ്റ്റന്റേനിയസ് വോൾട്ടേജ് ആണെങ്കിൽ V0 സൈൻ ഒമേഗ ടി. പീക്ക് വാല്യൂ I0 V0, മീൻ വാല്യൂ 2 I0 ബൈ പൈ 2 V0 ബൈ പൈ, RMS വാല്യൂ I0 ബൈ റൂട്ട് 2 V0 ബൈ റൂട്ട് 2. ഓക്കെ, യെസ്. ഇനി ഇതിൻ്റെ ഒരു കമ്പാരിസൺ എന്ന് പറയുന്നത് ഇപ്പോൾ MRP എന്നുള്ളൊരു കോഡ് വെച്ചിട്ട് നമുക്ക് ഓർത്തിരിക്കാം. ഇപ്പോൾ മാർക്കറ്റ് റേറ്റഡ് പ്രൈസ് എന്നൊക്കെ പറയുന്ന പോലെ ഇതിനകത്ത് ഏറ്റവും വലിയ വാല്യൂ പീക്ക് വാല്യൂ ആയിരിക്കും, ഒരു മിഡിലിൽ നിൽക്കുന്ന വാല്യൂ ആയിരിക്കും RMS വാല്യൂ, മീൻ വാല്യൂ ആയിരിക്കും ഏറ്റവും ചെറുത്. സോ ഇങ്ങനെ ആയിരിക്കും MRP. മീൻ വാല്യൂ ലെസ് ദാൻ
RMS വാല്യൂ ലെസ് ദാൻ പീക്ക് വാല്യൂ. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളായിരുന്നു നമുക്ക് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. അപ്പം MCQസോടെ ചെയ്യുകയാണെങ്കിൽ വീഡിയോയുടെ ലെങ്ത് ഒരുപാട് കൂടിപ്പോവും. അതുകൊണ്ട് നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് അടുത്ത ക്ലാസ്സിലേക്ക് ചെയ്യാം കേട്ടോ. AC ആയിട്ട് റിലേറ്റ് ചെയ്യുന്നതും ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഇത്രയും തിയററ്റിക്കൽ സൈഡ് നല്ല രീതിയിൽ നോക്കി വയ്ക്കുക അതിന് മുൻപായിട്ട്. ഓക്കെ, താങ്ക് യു.